തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിനിടെ വൻ സംഘർഷം. പരിശോധന കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചു. 3 വാഹനങ്ങൾ അടിച്ചു തകർത്തു. ആക്രമണത്തിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്കും പോലീസുകാരനും കാർ ഡ്രൈവർക്കും പരിക്കേറ്റു. ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMR തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം തടയണമെന്ന ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. അതിന് തൊട്ടുപിന്നാലെയാണ് ഇഡി പരിശോധനയും റെയ്ഡുമൊക്കെയായി പിണറായി വിജയന്റെ വീട്ടിലേക്കെത്തിയത്. ഇന്ന് രാവിലെ 6 മണിയോടെ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് ഇഡി ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. അതോടുകൂടി വാർത്ത പുറത്തുവന്നു. തൊട്ടുപിന്നാലെയാണ് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ മാത്രമല്ല കേരളത്തിൽ 12 കേന്ദ്രങ്ങളിൽ റെയ്ഡുണ്ട് എന്ന് വ്യക്തമാകുന്നത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്, മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീടടക്കം ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്തു. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച റെയ്ഡ് ഉച്ച കഴിയും വരെ നീണ്ടു. അതിനിടയിൽ തിരുവനന്തപുരത്തെ വീട്ടിലേക്കടക്കം പ്രതിഷേധവുമായി CPM പ്രവർത്തകരെത്തി. ആദ്യം പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ് എത്തിയത്. പിന്നീട് CPM അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്കെത്തി. തുടർന്ന് വലിയ പ്രതിഷേധമായി. വീടിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം. മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. ഇതറിഞ്ഞതോടെ CI2 പ്രവർത്തകർ, SFI പ്രവർത്തകർ, DYFI പ്രവർത്തകർ അടക്കം 100 കണക്കിന് പ്രവർത്തകർ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ അണിനിരന്നു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം. അതിനിടയിലെല്ലാം പ്രകോപനപരമായ പ്രവർത്തകരുടെ നീക്കങ്ങൾ. പിണറായി വിജയന്റെ വീട്ടിൽ നടക്കുന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ട് ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതാണ്ട് 2 മണിയോടെയാണ് റെയ്ഡ് അവസാനിച്ചത്. ആദ്യം കണ്ണൂരിലെ റെയ്ഡ് അവസാനിച്ചു, മറ്റ് കേന്ദ്രങ്ങളിലെയും റെയ്ഡ് അവസാനിച്ചു. ഏറ്റവും ഒടുവിലാണ് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലെ റെയ്ഡ് അവസാനിച്ചത്. 2:30യോടെ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക്. പക്ഷേ അപ്പോഴേക്കും പുറത്തുനിന്ന SFI പ്രവർത്തകർ അടക്കമുള്ളവർ വൈകാരികമായ പ്രതികരണത്തിലേക്ക് കടന്നു. ഗേറ്റിലേക്ക് പാഞ്ഞെത്തിയ പ്രവർത്തകർ ഗേറ്റ് തടസ്സപ്പെടുത്തി നിന്നു. ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ഉതകുന്ന പോലീസ് സംവിധാനം ഈ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു. നേതാക്കളുടെ കയ്യിൽ പ്രവർത്തകർ നിന്നില്ല. ED ഉദ്യോഗസ്ഥർ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വാഹനമിറക്കിയതോടെ പ്രവർത്തകർ ആ വാഹനങ്ങളെ പൊതിഞ്ഞു. പിന്നീട് നടന്നത് വലിയ സംഘർഷം. വാഹനങ്ങൾ അടിച്ചു തകർത്തു. ഏതായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിയൊരുക്കിയ ED റെയ്ഡിന്റെ ഒടുവിൽ വലിയ സംഘർഷത്തിലാണ് കാര്യങ്ങൾ അവസാനിച്ചത്. ഏതായാലും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ളവർ, പരിക്കേറ്റവർ ആശുപത്രിയിലെത്തി. മാത്രമല്ല, ഈ റെയ്ഡിന് ശേഷം വളരെ രാഷ്ട്രീയമായ നിലപാടെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. ഏതായാലും വരും ദിവസങ്ങളിലും ഇന്ന് നടന്ന ED റെയ്ഡിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM നേതൃത്വത്തിന്റെ തീരുമാനം.